സമീപ പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തിനും ഗുണകരമാകും. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആധുനിക രീതിയിൽ ഗതാഗതയോഗ്യമായ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം AC കത്തിച്ചു. സർജൻ കോൺഫറൻസ് നടക്കുന്ന ഹാളിന് സമീപമാണ് ആക്രമണം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് വെളുപ്പിന് 6 മണിയോടെയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. ഇന്ന് സർജന്മാരുടെ കോൺഫറൻസ് രാവിലെ നടക്കാനിരിക്കുന്ന അലുമിനി ഹാളിന് സമീപമാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഒരു യുവാവ്, ഇയാൾ ഒരു കൈയിൽ ചുറ്റികയും മറു കൈയിൽ ഗ്യാസ് സിലിണ്ടറുമായി ഈ ഹാളിന് സമീപത്തേക്ക് എത്തി. കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ഈ ഡോറിന്റെ ചില്ലുകളും അതുപോലെ ജനൽ ചില്ലുകളും ഉൾപ്പെടെ തകർത്തു. ശേഷം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അവിടെ ഫിറ്റ് ചെയ്തിരുന്ന, അതായത് ഇന്ന് നടക്കാനിരുന്ന യോഗത്തിനായി ഫിറ്റ് ചെയ്തിരുന്ന AC ഉൾപ്പെടെയുള്ള അതിന്റെ കേബിളുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾക്ക് തീയിടുകയായിരുന്നു. എന്താണ് ഇത്തരത്തിൽ ഇയാളെ പ്രകോപിച്ചതെന്ന് ആർക്കും ഇപ്പോഴും വ്യക്തമല്ല. ആ സമയത്ത് അവിടെ സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ മറ്റൊരു മുറിയിലേക്ക് പൂട്ടിയിട്ടതിന് ശേഷമാണ് ഈ തീ കൊടുത്തതും അതുപോലെ തന്നെ ചില്ലുകൾ തകർത്തതും എല്ലാം എന്നാണ് പറയുന്നത്. മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾക്ക് മാനസിക അസ്വസ്ഥമുള്ള ആളാണെന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ ചുറ്റിക കൊണ്ട് ചില്ലെല്ലാം അടിച്ചു പൊട്ടിച്ച സമയത്ത് ഇയാളുടെ കയ്യിൽ മുറിവേറ്റിരുന്നത്, കയ്യിൽ നിന്നും കാര്യമായി രക്തം പോയി എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. ഇയാളുടെ ഒരു ബന്ധു അവിടെ ചികിത്സയിലുള്ളതായും മറ്റൊരു വിവരം ലഭിക്കുന്നുണ്ട്. അവരുടെ കൂടെ വന്ന ആളാണെന്ന് കൂടിയുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ഒക്കെ വരേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായി ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഈ തീയിട്ട ആളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഇയാളെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇയാൾക്ക് മാനസിക അസ്വസ്ഥമുള്ള ആളുകൂടിയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഇയാൾ അവിടെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. കീർത്തി. ശരി. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം AC കത്തിച്ചു. സർജൻ കോൺഫറൻസ് നടക്കുന്ന ഹാളിന് സമീപമാണ് ആക്രമണം. അനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ സുഹൃത്തിന്റെ സ്വപ്നം സഫലമാക്കുകയാണ് ഒരു പറ്റം കൂട്ടുകാർ. ആ സൗഹൃദ കൂട്ടിൽ നിന്നും അകാലത്തിൽ പൊലിഞ്ഞുപോയ മലപ്പുറം തേഞ്ഞിപ്പലത്തെ ശരൺ കൃഷ്ണ